Hi students, welcome back to Plus 2 Political Science tutorials, and this is Sabin Joseph. Today we are going to discuss about the fifth topic of the chapter 3, that is the key controversies against the planning. The first one is agriculture versus industry. Second one is public sector versus private sector. അതായത് ഇന്ത്യയിൽ നടപ്പാക്കപ്പെട്ട ആസൂത്രണവുമായി ബന്ധപ്പെട്ട ചില അടിസ്ഥാനപരമായ വിവാദങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തേത് കൃഷിയും വ്യവസായവും തമ്മിലുള്ള അല്ലെങ്കിൽ ആ രണ്ട് മേഖലകൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളും, രണ്ടാമത്തേത് സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിലുണ്ടായ പ്രശ്നങ്ങളുമാണ്. ഇനി നമുക്കിതിലെ ഓരോ ഭാഗങ്ങളിലേക്കും കടന്നു ചെല്ലാം. So key controversies. The strategy of development followed in the early years raised several important questions. Let us examine two of these disputes that continue to be relevant. അതായത് ഇന്ത്യ ഗവൺമെന്റ് ആദ്യകാലങ്ങളിൽ പിന്തുടർന്ന വികസന തന്ത്രം അനേകം പ്രധാന ചോദ്യങ്ങൾക്കും തർക്കങ്ങൾക്കും കാരണമായി. രാജ്യത്തിന്റെ വികസനത്തിനായി കൃഷിക്കാണോ വ്യവസായത്തിനാണോ കൂടുതൽ ഊന്നൽ നൽകേണ്ടത് എന്ന വിഷയത്തെ ചൊല്ലിയായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട തർക്കം. ആ ഒരു തർക്കത്തിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. സോ അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി, അതായത് ഇവിടെ നമ്മൾ വേഴ്സസ് എന്ന് പറയുമ്പോൾ രണ്ട് സെക്ടറുകൾ അല്ലെങ്കിൽ രണ്ട് വിഭാഗങ്ങൾ തമ്മിലുള്ള എതിർപ്പിനെയാണ് നമ്മൾ ഇങ്ങനെ വേഴ്സസ് എന്നതുകൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. നമ്മൾ സുപ്രീം കോടതി, ഹൈക്കോടതി, ഇങ്ങനെ കോടതികളിൽ കേസുകൾ വന്നു കഴിയുമ്പോൾ ഇന്നയാൾ വേഴ്സസ് ഇന്നയാൾ അങ്ങനെയാണ് പറയുന്നത്. ഓക്കെ, മറിയാമ്മ വേഴ്സസ് കുര്യൻ. ഓക്കെ, അതുകൊണ്ടാണ് ഈ അടുത്ത കാലത്ത് പത്രത്തിൽ നമ്മൾ കണ്ട സുപ്രീം കോടതിയിലെ ഒരു വിവാദമായിട്ടുള്ള ഒരു കേസിൻ്റെ ഉൾപ്പെട്ട ഒരാൾ മരിച്ചു, കേശവാനന്ദ ഭാരതി. അപ്പം അദ്ദേഹത്തിൻ്റെ കേസ്, അദ്ദേഹത്തിൻ്റെ പരാതിക്ക് അടിസ്ഥാനപരമായ കേസിനെ വിളിക്കുന്നത് എങ്ങനെയാണ്? കേശവാനന്ദ ഭാരതി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ യൂണിയൻ ഓഫ് കേരള, അല്ലെങ്കിൽ സ്റ്റേറ്റ് ഓഫ് കേരള, സ്റ്റേറ്റ് ഓഫ് മദ്രാസ് എന്നാണ് വിളിക്കുന്നത്. ഇപ്പോൾ വേഴ്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എതിര് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ അഗ്രികൾച്ചർ വേഴ്സസ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃഷിയും വ്യവസായവും തമ്മിലുള്ള എതിര്, അതാണ് നമ്മളിവിടെ, അല്ലെങ്കിൽ ഇത് രണ്ടും തമ്മിലുള്ള മത്സരം, അതാണ് നമ്മളിവിടെ അർത്ഥമാക്കേണ്ടത്. So we have already touched upon a big question, that is between agriculture and industry, which one should attract more public resources in a backward economy like that of India? അതായത് ഇന്ത്യ പോലെയുള്ള സാമ്പത്തികപരമായി ഏറ്റവും കൂടുതൽ പിറകിലേക്ക് നിൽക്കുന്ന ഇന്ത്യ പോലെയുള്ള ഒരു രാജ്യത്തിൽ കൃഷിക്കാണോ വ്യവസായത്തിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന ഒരു ചോദ്യമാണ് നമ്മളിവിടെ കാണുന്നത്. ഈ ചോദ്യം രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ഉയർന്നു വന്നത്. Many thought that the second plan lacked an agrarian strategy for development and the emphasis on industry caused agriculture and rural ഇന്ത്യ ടു സഫർ. അതായത് ഇന്ത്യ ഒരു കാർഷിക രാജ്യവും കൃഷി സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലുമായതിനാൽ ആസൂത്രണത്തിൽ കാർഷിക വികസനത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടത് എന്നാണ് കരുതപ്പെട്ടിരുന്നത്. ദാരിദ്ര്യം, ഭക്ഷ്യക്ഷാമം എന്നിവ നിർമ്മാർജ്ജനം ചെയ്യുന്നതിന് കാർഷിക രംഗത്തെ പുരോഗതി ആവശ്യമാണ് എന്നും വാദങ്ങളുണ്ടായി. ഈ ഒരു സമയത്താണ് മഹൽനോബിസിന്റെ നേതൃത്വത്തിൽ വ്യവസായത്തിന് അല്ലെങ്കിൽ ഊന്നൽ നൽകിക്കൊണ്ട് രണ്ടാമത്തെ പഞ്ചവത്സര പദ്ധതി വരുന്നത്. ആ പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കുകയും വ്യവസായങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്തു കഴിഞ്ഞപ്പോൾ ഇന്ത്യയിലെ ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്ന ആൾക്കാരെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് തള്ളിവിടുകയുണ്ടായി. ദെൻ
Gandhian economists like J.C. Kumarappa proposed an alternative blueprint that put greater emphasis on rural industrialization. അതായത് ഗാന്ധിയൻ ഇക്കണോമിസ്റ്റ് ആയിരുന്ന ജെ.സി. കുമരപ്പയെ പോലെയുള്ള ആൾക്കാർ, സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ, ഗ്രാമീണ വ്യവസായത്തിന് ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഒരു ബദൽ, ഒരു ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു രൂപരേഖ നിർദ്ദേശിക്കുകയുണ്ടായി. ചൗധരി ചരൺ സിംഗ്, a Congress leader who later broke from the party to form Bharatiya Lokdal, forcefully articulated the case for keeping agriculture at the center of planning for India. He said that the planning was leading to creation of prosperity in urban and industrial section at the expense of the farmers and rural population. അതായത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ വികസനത്തിലുള്ള പ്രധാനമായ ഒരു പോംവഴി വ്യവസായവൽക്കരണമാണ് എന്ന് ഒരു തലത്തിലുള്ള ആൾക്കാർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. വ്യാവസായിക ഉൽപാദനത്തിൽ സമൂലമായ വർധനം ഉണ്ടായില്ലെങ്കിൽ ദാരിദ്ര്യത്തിൽ നിന്ന് ഇന്ത്യക്ക് മോചനം ഉണ്ടാകില്ല എന്ന് അവർ പറഞ്ഞു. വ്യാവസായിക പുരോഗതി ഇല്ലെങ്കിൽ കാർഷിക വിഭവങ്ങൾ, പ്രത്യേകിച്ചും അസംസ്കൃത വിഭവങ്ങൾ ഉപയോഗിക്കാതെ പോകുമെന്നും അവർ പറയുകയുണ്ടായി. പക്ഷെ ഇവിടെ ചൗധരി ചരൺ സിംഗിനെ പോലെയുള്ള ആൾക്കാർ അവർ പറയുന്നത് എങ്ങനെയാണ്? Forcefully articulated the case of keeping agriculture and the center of planning for India. He said that the planning was leading to creation of prosperity in urban and industrial section at the expense of farmers and rural population. അതായത് ഈ പറയുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ അത് ഫാർമേഴ്സിൻ്റെയും ബാക്കിയുള്ള റൂറൽ ഏരിയാസിൽ, ഗ്രാമപ്രദേശങ്ങളിൽ താമസിക്കുന്നവരുടെ എല്ലാം ഒരു മാറ്റത്തിലേക്ക് അത് വരും എന്നുള്ള ഒരു അഭിപ്രായമാണ് ഇവിടെ ഉയർന്നു വരുന്നത്. Others thought that without a drastic increase in the industrial production, there could be no escape from the cycle of poverty. നമ്മൾ മുമ്പേ പറഞ്ഞു നിർത്തിയതാണ്. അതായത് ദാരിദ്ര്യത്തിൽ നിന്നും ഒരു മോചനം വേണമെങ്കിൽ അത് ഇൻഡസ്ട്രിയൽ സെക്ടറിൽ വളർച്ച ഉണ്ടായെങ്കിൽ മാത്രമേ ദാരിദ്ര്യത്തിൽ നിന്നും പുറത്തേക്ക് വരാൻ പറ്റുള്ളൂ ഒരു കൂട്ടം ആൾക്കാർ പറഞ്ഞു. They argued that Indian planning did have an agrarian strategy to boost the production of food grains. The state made laws for land reforms and distribution of resources among the poor in the villages. അതായത് ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു കാർഷിക തന്ത്രം ആസൂത്രണത്തിൽ ഉണ്ടായിരുന്നു എന്ന് അവരെ വാദിക്കുകയുണ്ടായി. It also proposed programs of community development and spent large sums in irrigation projects. അതായത് ഭൂപരിഷ്കാരങ്ങൾക്കും ഗ്രാമങ്ങളിലെ ദാരിദ്ര്യർക്കിടയിൽ വിഭവങ്ങൾ വിതരണം ചെയ്യുന്നതിനും ഗവൺമെന്റ് നിയമനിർമ്മാണം നടത്തി. സാമൂഹിക വികസന പരിപാടികൾ ആവിഷ്കരിക്കുകയുണ്ടായി. ജലസേചന പദ്ധതികൾക്കായി വൻ തുകകൾ അവർ ചെലവഴിച്ചു. The failure was not of the policy but its non-implementation, because the landlording classes had a lot of social and political power. Besides, they also argue that even if the government had spent more money on agriculture, it would not have solved the massive problem of rural poverty. അതായത് ഈ രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ നടത്തിയെങ്കിൽ പോലും ഇവയെല്ലാം പരാജയപ്പെട്ടു. ഇത് പരാജയപ്പെട്ടത് അതിൻ്റെ നയത്തിൻ്റെ, പോളിസിയുടെ കുഴപ്പം കൊണ്ടായിരുന്നില്ല, മറിച്ച് അത് വേണ്ട വിധത്തിൽ നടപ്പാക്കാത്തത് കൊണ്ടാണ്. സാമൂഹികവും രാഷ്ട്രീയവുമായ അധികാരത്തുള്ള ഭൂ ഉടമവർഗം കാർഷിക വികസന നടപടികളെല്ലാം തുരങ്കം വെച്ചതുകൊണ്ടാണ് ഇത് സംഭവിച്ചത്. കാർഷിക മേഖലയിൽ ഗവൺമെൻറ് കൂടുതൽ പണം ചിലവഴിച്ചിരുന്നുവെങ്കിൽ പോലും ഗ്രാമീണ ദരിദ്രം എന്ന പ്രശ്നം പരിഹരിക്കപ്പെടുന്നില്ല എന്ന് അവർ വാദിക്കുകയുണ്ടായി. The second controversy is it's between
public sector and private sector. So, public sector versus private sector. India did not follow any of the two known paths to government. It did not accept the capitalist model of government in which development was left entirely to the private sector, nor did it follow the socialist model in which private property was abolished and all the production was controlled by the state. സ്വതന്ത്ര ഇന്ത്യയുടെ മുമ്പിൽ വികസനത്തിന്റെ രണ്ട് മാതൃകകൾ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ നേരത്തെ കണ്ടതാണ്. മുതലാളിത്ത മാതൃകയും സോഷ്യലിസ്റ്റ് മാതൃകയും, സോഷ്യലിസവും ക്യാപിറ്റലിസവും. മുതലാളിത്ത വികസന മാതൃകയിൽ വികസനം പൂർണ്ണമായും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തിരുന്നു. പൊതുമേഖലയെ അടിസ്ഥാനമാക്കിയുള്ള സോഷ്യലിസ്റ്റ് വികസന മാതൃകയാകട്ടെ സ്വകാര്യ സ്വത്ത് ഉന്മൂലനം ചെയ്യുകയും ഉൽപാദനത്തെ പൂർണ്ണമായും രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലാവുകയും ചെയ്തു. പക്ഷേ വികസനത്തിൻ്റെ ഈ രണ്ട് മാതൃകകളും ഇന്ത്യ സ്വീകരിച്ചില്ല. അതേസമയം മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും ഏറ്റവും മികച്ച എലമെൻറ്റുകളെ, ഘടകങ്ങളെ സമന്വയിപ്പിച്ചുകൊണ്ട് പുതിയ ഒരു മാതൃക ഇന്ത്യ വികസിപ്പിച്ചെടുത്തു. Elements from both these models were taken and mixed together in India. That is why it was described as mixed economy. അതായത് സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ, അതായത് മിക്സഡ് എക്കോണമി എന്ന പേരിൽ മുതലാളിത്തത്തിൻ്റെയും സോഷ്യലിസത്തിൻ്റെയും നല്ല ഘടകങ്ങളെ ഒരുമിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യയിൽ മുന്നോട്ട് പോയത്. അതുകൊണ്ട് തന്നെ ഇതിൽ സ്വകാര്യ മേഖലയ്ക്കും പൊതുമേഖലയ്ക്കും ഒരുപോലെയുള്ള പ്രാധാന്യം കിട്ടുകയും ചെയ്തു. മച്ച് ഓഫ് ദി അഗ്രികൾച്ചർ, ട്രേഡ് ആൻഡ് ഇൻഡസ്ട്രി വെയർ ലെഫ്റ്റ് ഇൻ പ്രൈവറ്റ് ഹാൻഡ്സ്. The state controlled key heavy industries, provided industrial infrastructure, regulated trade, and made some crucial investment in agriculture. അതായത് കൃഷി, വ്യാപാരം, വ്യവസായം എന്നിവയുടെ കൂടുതൽ ഭാഗവും സ്വകാര്യ മേഖലയ്ക്ക് വിട്ടുകൊടുത്തു. അതേസമയം പ്രധാന ഖന വ്യവസായങ്ങളെ രാഷ്ട്രത്തിൻ്റെ നിയന്ത്രണത്തിലാക്കുകയും ചെയ്തു. വ്യവസായത്തിനാവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യം തന്നെ ഒരുക്കി കൊടുത്തു. വ്യാപാരത്തെ നിയന്ത്രിച്ചു. കാർഷിക മേഖലയിൽ നിർണായകമായ ഇടപെടലുകൾ നടത്തുകയും ചെയ്തു. A mixed model like this was open to criticism from both the left and the right. അതായത് ഇന്ത്യ പിന്തുടർന്ന മിശ്ര സമ്പദ് വ്യവസ്ഥയെ ഇടതുപക്ഷത്തുള്ള ആൾക്കാരും വലതുപക്ഷത്തുള്ള ആൾക്കാരും നിശിതമായി വിമർശിക്കുകയുണ്ടായി. അവരുടെ വിമർശനങ്ങളുടെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഇനി നമ്മൾ കാണുന്നത്. ഫസ്റ്റ് വൺ, critics argued that the planners refused to provide the private sector with enough space and stimulus growth. അതായത് ആസൂത്രകർ, അതായത് പ്ലാനേഴ്സ് സ്വകാര്യ മേഖലയെ, പ്രൈവറ്റ് സെക്ടറിനെ തഴഞ്ഞു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു ആരോപണം. സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടത്ര ഇടമോ വളരുവാനുള്ള പ്രചോദനമോ ആസൂത്രകർ നൽകിയില്ല എന്ന് അവർ കുറ്റപ്പെടുത്തുകയുണ്ടായി. The enlarged public sector produced powerful vested interest that created enough hurdles for private capital, especially by way of installing systems of licenses and permits for investment. Moreover, the state's policy to restrict import of goods that could be produced in the domestic market with little or no competition left the private sector with no incentive to improve their products and make them cheap. അതായത് സ്റ്റേറ്റിൻ്റെയും പൊതുമേഖലയുടെയും ഇടപെടൽ സ്വകാര്യ മേഖലയുടെ മുരടിപ്പിന് കാരണമായെന്നും വിമർശനങ്ങൾ ഉണ്ടായി. വിപുലമായ പൊതുമേഖല ശക്തരായ സ്ഥാപിത താൽപ്പര്യക്കാരെ സൃഷ്ടിച്ചു. സ്വകാര്യ മൂലധനത്തിൻ്റെ വളർച്ചയ്ക്ക് അത് പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു. മൂലധന നിക്ഷേപത്തിന് ലൈസൻസും പെർമിറ്റുകളും ഏർപ്പെടുത്തിയത് ഇതിന് ഉദാഹരണങ്ങളാണ്.
ഇന്ത്യയിൽ ഉണ്ടാക്കാനായിട്ട് സാധിക്കുന്ന സാധനങ്ങൾ വിദേശത്തു നിന്ന് ഇറക്കുമതി ചെയ്യുന്നതിനെ ഗവൺമെന്റ് നിയന്ത്രിച്ചിരുന്നു. ഈ നയം സ്വകാര്യ മേഖലയുടെ വളർച്ചയ്ക്ക് ഹാനികരമായിരുന്നുവെന്ന് വിമർശകർ ചൂണ്ടിക്കാട്ടി. ഇത് സ്വകാര്യ മേഖലയ്ക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾ പരിഷ്കരിക്കുവാനും വില കുറയ്ക്കുവാനുള്ള പ്രചോദനം ഏർപ്പെടുത്തുകയും ചെയ്തു. The state controlled more things than were necessary, and this led to inefficiency and corruption. Then there were critics who thought that the state did not do enough. അതായത് സ്റ്റേറ്റിന്റെ അനാവശ്യ നിയന്ത്രണവും വിമർശന വിധേയമാവുകയുണ്ടായി. ആവശ്യമില്ലാത്ത നിയന്ത്രണങ്ങൾ കെടുകാര്യസ്ഥതയ്ക്കും അഴിമതിക്കും വഴിയൊരുക്കുകയും ചെയ്തു. എന്നാൽ സ്റ്റേറ്റ് വേണ്ടവിധം പ്രവർത്തിച്ചില്ല എന്ന് വിചാരിച്ച ആൾക്കാരും ഉണ്ടായിരുന്നു. ആരോഗ്യ പരിപാലനത്തിനും സുരക്ഷയ്ക്കും വേണ്ടി കാര്യമാത്രമായ തുക സ്റ്റേറ്റ് ചിലവഴിച്ചില്ല എന്ന് അവർ ചൂണ്ടിക്കാട്ടുകയുണ്ടായി. They pointed out that the state did not spend any significant amount for public education and health care. അതായത് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ പൊതുജന ആരോഗ്യത്തിനും വിദ്യാഭ്യാസത്തിനും വേണ്ടി സ്റ്റേറ്റ്, നമ്മുടെ രാഷ്ട്രം ആവശ്യത്തിനുള്ള തുക ചെലവഴിച്ചില്ല എന്ന് ചിലർ പറയുകയുണ്ടായി. The state intervened only in those areas where the private sector was not prepared to go. Thus, the state helped the private sector to make profit. Also, instead of helping the poor, the state intervention ended up creating a new middle class that enjoyed the privileges of high salaries without much accountability. Poverty did not decline simultaneously during this period, even when the proportion of the poor reduced. Their numbers kept going up. അതായത് സ്റ്റേറ്റ് സ്വകാര്യ മേഖലയെ പരിപോഷിപ്പിച്ചു എന്നും ചിലർ കുറ്റപ്പെടുത്തുകയുണ്ടായി. സ്വകാര്യ മേഖല അവഗണിച്ച മണ്ഡലങ്ങളിലാണ് സ്റ്റേറ്റ് ഇടപെട്ടിരുന്നത്. അങ്ങനെ സ്വകാര്യ മേഖലയെ ലാഭം കൊയ്യുവാൻ സ്റ്റേറ്റ് സഹായിച്ചു. കൂടാതെ ദരിദ്രരെ സഹായിക്കുന്നതിന് പകരം ഉയർന്ന വേതനം കൈപ്പറ്റുന്ന തെല്ലും ഉത്തരവാദിത്വമില്ലാത്ത ഒരു പുത്തൻ വർഗത്തെ സൃഷ്ടിക്കുന്നതിലാണ് സ്റ്റേറ്റിന്റെ ഇടപെടൽ പര്യവസാനിച്ചത്. ഇക്കാലത്ത് ദാരിദ്ര്യത്തിൽ ഗണ്യമായ കുറവുണ്ടായില്ല എന്നത് മാത്രമല്ല, ദരിദ്രരുടെ അനുപാതം കുറഞ്ഞപ്പോഴും അവരുടെ എണ്ണം കുറഞ്ഞുകൊണ്ടേയിരുന്നു. ഇവിടെ സ്വകാര്യ മേഖലയും പൊതുമേഖലയും തമ്മിലുള്ള ഒരു കോൺട്രവേഴ്സിയിൽ, ഒരു മത്സരത്തിൽ നമ്മുടെ ആസൂത്രണത്തിന്റെ ആദ്യ കാലഘട്ടങ്ങൾ സ്വകാര്യ മേഖലയെ സപ്പോർട്ട് ചെയ്തു എന്ന് പറയുമ്പോൾ, അതുപോലെ തന്നെ അത് പൊതുമേഖലയെ, അതായത് ഗവൺമെന്റിന്റെ കയ്യിലുള്ള മേഖലയും സപ്പോർട്ട് ചെയ്തു എന്ന് തന്നെയാണ് വിമർശകന്മാർ ചിന്തിക്കുന്നത്. സോ സ്റ്റുഡൻസ്, രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ദ കോൺട്രവേഴ്സീസ്, കീ കോൺട്രവേഴ്സീസ് അഗെയിൻസ്റ്റ് അവർ പ്ലാനിങ്. നമ്മുടെ ആസൂത്രണവുമായി ബന്ധപ്പെട്ട രണ്ട് പ്രധാനപ്പെട്ട വിവാദങ്ങളെക്കുറിച്ചാണ് നമ്മൾ കണ്ടത്. ഒന്നാമത്തെ വിവാദം കൃഷിയും വ്യവസായത്തിനും എതിരെയുള്ളതായിരുന്നു, അല്ലെങ്കിൽ കൃഷിയും വ്യവസായവും തമ്മിലുള്ള ഒരു പ്രശ്നമായിരുന്നു. രണ്ടാമത്തേത് പൊതുമേഖലയും സ്വകാര്യ മേഖലയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. ഇവിടെ നമ്മുടെ പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടത്തിലൂടെയാണ് നമ്മുടെ ഭാഗങ്ങൾ കടന്നു പോകുന്നത്. ഇവിടെ JC കുമരപ്പയുടെ ഒരു പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട് വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ പഞ്ചവത്സര പദ്ധതിയിൽ കൃഷിക്ക് പ്രാധാന്യം കൊടുത്തു, രണ്ടാമത്തേതിൽ അത് വ്യവസായത്തിന് പ്രാധാന്യം കൊടുത്തു. ഇനി അടുത്തതിലേക്ക് വന്നു കഴിയുമ്പോൾ ഇന്ത്യ തിരഞ്ഞെടുത്ത മിക്സഡ് ഇക്കോണമി, ഒരു കൂട്ടർ പറയുന്നു ഈ മിക്സഡ് ഇക്കോണമി, അതായത് മിശ്ര സമ്പദ് വ്യവസ്ഥ പൊതുമേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു, അതായത് ഗവൺമെൻറ് മേഖലയ്ക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തു എന്ന് പറയുന്നു. അതേസമയം തന്നെ അടുത്ത ഒരു കൂട്ടർ പറയുന്നത് ഇത് സ്വകാര്യ മേഖലയ്ക്ക്, അതായത് പ്രൈവറ്റ് വ്യക്തികൾക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുത്തതെന്നാണ് ഒരു കൂട്ടർ പറയുന്നത്. എനിവേ, ഈ രണ്ട് കോൺട്രവേഴ്സീസും എന്താണ് എന്നതിനെക്കുറിച്ച് നല്ല ഒരു ഗ്രാഹ്യം ഉണ്ടാക്കി വെക്കുക. ആ കൂടെ JC കുമരപ്പയുടെ പേര് വളരെ പ്രധാനപ്പെട്ടതാണ്. ആ പേര് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. എല്ലാ കുട്ടികളും
നോട്ടുകൾ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വിജയാശംസകൾ നേരുന്നു. താങ്ക് യു.